പ്രൈസ് ദി ലോർഡ്. ആദ്യമായിട്ട് തന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയായിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ ആൾക്കാരെ നീക്കാൻ സാധിച്ചതിന് ഞാൻ അമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി പറയുന്നു. എൻ്റെ പേര് രാജി. ഞാൻ UK നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഇവിടെ നാട്ടിൽ കോഴിക്കോട് നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് ലാസ്റ്റ് ഇയർ മെയ് 2024 ആണ്. എനിക്ക് പറയാനുള്ള സാക്ഷ്യം, ഞാൻ സൗദിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് 2022 ഞാൻ വാർഡിൽ നാർക്കോട്ടിക് ഇൻചാർജ് ആയിട്ടായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഒരു ദിവസം ഞാൻ എൻ്റെ ഓഫ് ഡേയുടെ അന്ന് ഒരു നാർക്കോട്ടിക് ഡ്രഗ് മിസ്സായി. അപ്പം എൻ്റെ പകരം വേറെ വന്ന സ്റ്റാഫിന് അറിയില്ല ആരാ അത്, എങ്ങനെ മിസ്സായേ, എങ്ങനെ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അവരെന്നെ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി വിളിച്ചു. അപ്പം ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റേഷൻ എല്ലാം കറക്റ്റായിരുന്നു. നാർക്കോട്ടിക് ഡ്രഗിൻ്റെ ബുക്സും കാര്യങ്ങളെല്ലാം ഡോക്യുമെൻറ്റേഷൻ എല്ലാം കറക്റ്റായിരുന്നു. അപ്പോൾ അവർക്ക് ക്യാമറ നോക്കിയപ്പം ക്യാമറയ്ക്കകത്ത് ഒരു പ്രൂഫായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ത് പറ്റി, എങ്ങനെ അത് മിസ്സായി എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സൗദി എന്ന രാജ്യത്ത് നാർക്കോട്ടിക് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ. എനിക്ക് മാതാവിനെ പറ്റി അറിയില്ലായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഭയങ്കര ഒരുപാട് ടെൻഷൻ അടിച്ചായിരുന്നു ഞാൻ, ബിക്കോസ് ഞാൻ നാർക്കോട്ടിക്കിൻ്റെ ഇൻചാർജ് ആയതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കെ എൻ്റെ ഒരു ഫ്രണ്ട്, സൗദിയിലുള്ള എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞു, കൃപാസൻ എന്ന് പറഞ്ഞ ഒരു പള്ളിയുണ്ട്, മാതാവ് ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ അവൾ അഡ്വൈസ് ചെയ്തു. അതിനനുസരിച്ച് ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു. അതിനുശേഷം ഞാൻ മുട്ടിപ്പായിട്ട് അതിനകത്തുള്ള പ്രെയർ ഫോളോ ചെയ്യാൻ തുടങ്ങി. പിന്നെ യൂട്യൂബിൽ ഞാൻ സാക്ഷ്യങ്ങളും കാര്യങ്ങളെല്ലാം അതിനുശേഷം കാണാൻ തുടങ്ങി. ആ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ക്യാമറ അവരൊന്നുകൂടെ ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ളൊരു അവസരം ദൈവം ഒരുക്കി. അങ്ങനെ നോക്കിയപ്പം ക്യാമറ ഒരു 10 മിനിറ്റ്സോളം കട്ടായി കിടക്കുന്ന ഒരു ഇത് കണ്ടു. അപ്പം ആ ഇൻവെസ്റ്റിഗേഷൻ എന്നിൽ നിന്നും വേറെ രീതിയിലേക്ക് മാറി. കാരണം ആ ക്യാമറ കട്ടായ സമയത്ത് ആരോ നാർക്കോട്ടിക് എടുത്തു എന്നുള്ളൊരു രീതിയിലേക്ക് പോയി. പോലീസ് ഇൻവെസ്റ്റിഗേഷനും ഒക്കെ വന്നു. ആ സമയത്ത് ഞാൻ UK പോകാൻ വേണ്ടി വിസ പ്രോസസ്സിങ്ങിലായിരുന്നു. ഞാൻ മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മേ ഒരു ആപത്തും കൂടാതെ എനിക്ക് സൗദിയിൽ നിന്ന് എക്സിറ്റ് പോകാനുള്ളൊരു കൃപ തരണേന്ന്. അതിൻ്റെ ഫലമായിട്ട് ഒരു പ്രശ്നവും കൂടാതെ അവർ സ്റ്റാഫും എല്ലാവരും എന്നെ അറിയുന്നവരൊക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്ത് ഒരു പ്രശ്നവും കൂടാതെ എനിക്ക് സൗദിയിൽ നിന്ന് UK പോകാൻ പറ്റി. അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. പിന്നെ രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, UK ചെന്നതിന് ശേഷം നമുക്കറിയാം, ആദ്യമായിട്ട് UK പോകുമ്പം ഉള്ളൊരവസ്ഥ, അവിടെ ചെല്ലുമ്പോൾ ഉള്ള അക്കോമഡേഷൻ, പിന്നെ ജോലി ഫൈൻഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെ ഉണ്ടായിരുന്നു. ഫാമിലിയായിട്ടാണ് പോയത്. അങ്ങനെ ഇരിക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ OET എഴുതിയായിരുന്നു 3 തവണ. അതിന് ചെറിയ സ്കോറിനായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. റീഡിങ് ചെറിയ സ്കോറിന് എപ്പോഴും 3 തവണ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. എനിക്ക് വല്ലാതെ മാനസികമായിട്ട് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടായി. ഞാൻ മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് എനിക്കൊരു തോന്നൽ വന്നത്, നാട്ടിൽ വിളിച്ച് ഡാഡീനെ വിളിച്ചിട്ട് ഞാൻ കൃപാസനത്തിൽ വിട്ട് ഉടമ്പടി എടുപ്പിക്കാമെന്നുള്ളൊരു തോന്നൽ വന്നു. അങ്ങനെ ഞാൻ ഡാഡിയോട് വിളിച്ച് ഡിസ്കസ് ചെയ്തു. ഡാഡി പോകുന്ന ആ ദിവസം, കൃപാസനത്തിലേക്ക് ഇങ്ങനെ വരുന്ന ദിവസം തന്നെ എനിക്ക് NHSന്ന് ഇൻ്റർവ്യൂ വിളിച്ചു. അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എനിക്കത് ഞാൻ സെലക്റ്റഡായി. അവിടെ ഞാൻ HC ആയിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു അവസരം കിട്ടി. അപ്പോൾ OET എഴുതാതെ തന്നെ നിങ്ങൾക്കറിയാം, ഇപ്പോൾ UK ഒരു പുതിയ റൂൾ വന്നിട്ടുണ്ട്. നമുക്ക് എംപ്ലോയി റെഫറൻസ് വഴി നേഴ്സാവാൻ പറ്റുന്ന ഒരു ഇത് വന്നിട്ടുണ്ട്, റൂള് വന്നിട്ടുണ്ട്. അപ്പോൾ എന്നെപ്പോലെ തന്നെ ഒരുപാട് പേര് ആ സമയത്ത് കയറി ഇതുപോലെ തന്നെ NHS ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കയറി, നേഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ളവർ. പക്ഷെ അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഈ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ആ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഞാൻ OSCE CBT ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാവാൻ പറ്റി. OSCEക്കും CBTക്കും പോകുന്ന സമയത്ത് ഭയങ്കര സ്ട്രെസ്ഡായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടി, തൈലം, അതുപോലെ തന്നെ ഉപ്പ്, ഇതെല്ലാം യൂസ് ചെയ്യുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഒരു പ്രശ്നം കൂടാതെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവാനുള്ള കൃപ എനിക്ക് അമ്മ തന്നു. അമ്മയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ കറക്റ്റ് 1 ഇയർ ഞാൻ അവിടെ കയറി, ഫസ്റ്റ് 1 ഇയറിനുള്ളിൽ തന്നെ, അതായത് ഉടമ്പടിയിൽ ടൈം ഷോർട്ടനിങ് എന്ന് പറയുന്ന പോലെ 1 ഇയറിൽ തന്നെ എനിക്ക് നഴ്സിംഗ് രജിസ്ട്രേഷൻ പിൻ നമ്പർ കിട്ടി. ഒരു വലിയൊരു സാക്ഷ്യമാണ്. കാരണം എൻ്റെ കൂടെ വർക്ക് ചെയ്ത പല പിള്ളേർക്കും കിട്ടാതെ പോയിട്ടുണ്ട്. അപ്പോൾ അത് അമ്മയുടെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ചെറുപ്പനാൾ മുതൽ മമ്മി ഇല്ലാതെ
വളർന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പം അമ്മയോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ ഉടമ്പടി വഴി എനിക്ക് ഒരുപാട് അമ്മയോട് ആത്മീയമായിട്ട് ഇടപെടാനുള്ള സാഹചര്യം ഉണ്ടായി. എൻ്റെ ഇനിയുള്ള ജീവിതകാലം മുഴുവൻ മരിയ ഭക്തിയിൽ ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഞാൻ എൻ്റെ ഈ സാക്ഷ്യം നിങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് പാവങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ പൈസയൊക്കെ അയച്ചു കൊടുത്ത് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ കൂടെ എനിക്ക് കിട്ടുന്ന പേഷ്യൻസിനോടൊക്കെ കൈൻഡായിട്ട് ഇടപെടാനും ദേഷ്യപ്പെടാതെ അവരോട് പേഷ്യൻ്റായിട്ട് സംസാരിക്കാനും ഒക്കെയുള്ളൊരു കൃപ അമ്മ എനിക്ക് തന്നു. പിന്നെ എനിക്ക് ഒരുപാട് മുൻകോപമുള്ളൊരു വ്യക്തിയായിരുന്നു ഞാൻ. ഉടമ്പടി എടുത്തത് വഴി ഒരുപാട് മാറ്റം എനിക്കുണ്ടായി. ഇതിനെല്ലാം കാരണം പരിശുദ്ധ അമ്മയുടെ കൃപ ആവുന്നതുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ഞാൻ ഉറച്ചു പറയുന്നു, ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ള ഒരു മക്കളെയും അമ്മ വെറും കൈയോടെ പറഞ്ഞയക്കത്തില്ല. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്ന ആർക്കും ഇവിടുന്ന് സങ്കടപ്പെട്ട് പോകേണ്ടി വരത്തില്ല എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. നന്ദി. ഈശോയ്ക്കും മാതാവിനും നന്ദി. സങ്കീർത്തനങ്ങൾ 126:3 കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഞങ്ങൾ സന്തോഷിക്കുന്നു. രാജി സെബാസ്റ്റ്യൻ എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിലെ 2 വലിയ സാക്ഷ്യങ്ങളെയാണ് ഈ അൾത്താരയിൽ പങ്കുവച്ചത്. നമ്മളെപ്പോഴും പറയുന്നത് കൃപാസന മാതാവ് സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ്. ഏത് വലിയ ഭാരപ്പെട്ട വിഷയത്തെയും വളരെ നിസ്സാരമായി മാറ്റിത്തരുവാൻ, മറ്റുള്ളവർ അസാധ്യമെന്ന് കരുതി നമ്മുടെ ജീവിതം തീർന്നുവെന്ന് പറയുന്ന ഇടങ്ങളിൽ പോലും പുതിയ സാധ്യതകളെ തുറന്നു തരുവാൻ അമ്മയ്ക്കെപ്പോഴും സാധിക്കും. മകൾ പറയുന്നുണ്ട്, തൊട്ടടുത്ത ദിവസം തന്നെ അവിടെ വിപുലമായ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം പെട്ടെന്ന് ശ്രദ്ധയിൽ വന്നത് 10 മിനിറ്റത്തേക്ക് ക്യാമറ ഓഫായിരുന്നുവെന്നാണ്. മകൾക്ക് കൊടുത്ത ദൈവികമായ ഇടപെടലതാണ്. ആ 10 മിനിറ്റത്തേക്ക് ക്യാമറ ഓഫായിരുന്നുവെന്ന കണ്ടെത്തലാണ് മകളുടെ രക്ഷയ്ക്കുള്ള കാരണമായത്. അത് സമയച്ചുരുക്കത്തിൽ 24 മണിക്കൂറിനുള്ളിൽ അമ്മയെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അമ്മ വലിയ ആപത്തിൽ നിന്ന് മകളെ രക്ഷിക്കുന്നു. അസാധ്യമെന്ന് കരുതിയൊരു കുടുക്കിൽ നിന്ന് ഒരു പോറൽ പോലും ഏൽക്കാതെ മകൾ വളരെ സന്തോഷത്തോടുകൂടി പുറത്തു വരുവാൻ കാരണമാകുന്നു. UK പോകുവാൻ വേണ്ടി, സൗദി എക്സിറ്റ് അടിക്കുവാൻ വേണ്ടി മകൾ ആ നാളുകളിൽ പരിശ്രമിച്ചത് യാതൊരു തടസ്സവുമില്ലാതെ അവിടെ സൗദി എക്സിറ്റ് അടിച്ച് UK പോകുവാനുള്ള വഴികൾ അമ്മ മാതാവ് തുറന്നു കൊടുക്കുന്നു. ഇത് ശരിക്കും ജീവിതം തന്നെ മാറിമറിയാവുന്ന നിമിഷങ്ങളിൽ അമ്മയെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അമ്മ കരവലയത്തിനുള്ളിൽ പൊന്നുപോലെ എങ്ങനെ സൂക്ഷിക്കുന്നുവെന്ന് മകൾ അനുഭവിച്ച ആദ്യത്തെ സാക്ഷ്യമാണ്. രണ്ടാമത് UK ചെല്ലുമ്പോൾ OET എഴുതി തുടങ്ങി. 3 തവണ പരാജയപ്പെട്ടു. ചെന്നതിൻ്റെ ആദ്യത്തെ വിഷയങ്ങൾ എല്ലാം പരിചയപ്പെട്ട് ക്രമീകരിച്ച് വരുന്നതിൻ്റെ വിഷയങ്ങൾ, പഠിച്ചിട്ട് പരീക്ഷ എഴുതിയിട്ട് നിസ്സാര മാർക്കിന് പരാജയപ്പെടുന്ന സങ്കടങ്ങൾ, അങ്ങനെ തുടർച്ചയായി 3 തവണ പരാജയപ്പെടുമ്പോഴാണ് നാട്ടിൽ ഡാഡിയെ വിളിച്ചിട്ട് ഉടമ്പടി എടുക്കുവാനായിട്ട് ഡാഡിയോട് പറയുന്നത്. എൻ്റെ ഈ OET പരീക്ഷ വിജയിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വഴി എനിക്ക് തുറക്കുന്നതിന് വേണ്ടി അമ്മ മാതാവിൻ്റെ അരികിൽ ഉടമ്പടി എടുക്കുവാൻ പറയുന്നു. മോളത് പറഞ്ഞു. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ എത്ര സുന്ദരമായിട്ട് ആ വിഷയത്തിൽ ഇടപെട്ടുവെന്ന്. ഡാഡി ഇവിടം വരെ എത്തുമ്പോൾ NHSൽ നിന്ന് വിളിവരികയും അവിടെ സപ്പോർട്ടിംഗ് സ്റ്റാഫായിട്ട് അവിടെ NHSലേക്ക് മകൾക്ക് അവിടെ ഇൻഡക്റ്റ് ചെയ്യുവാനായിട്ട് തീരുമാനമുണ്ടാവുകയും ചെയ്യുന്നു. ഉടമ്പടി എടുക്കുമ്പോൾ ആളെ NHSൽ സപ്പോർട്ടിംഗ് സ്റ്റാഫായി പ്രവേശിപ്പിക്കപ്പെട്ടു. പിന്നീട് ഓരോന്നും സ്മൂത്തായി കൊണ്ടുപോയി. മകൾ പറഞ്ഞു, എൻ്റെ അമ്മ വളരെ ചെറുപ്പത്തിലെ എനിക്ക് ഇല്ലാതായ വ്യക്തിയാണ്. ഉടമ്പടി എനിക്ക് നൽകിയത് ഒരു മാതൃ സംരക്ഷണമാണ്. ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥിക്കുവാൻ കുഞ്ഞുനാൾ മുതലേ മാതാവിനോട് എനിക്ക് ഭക്തിയുണ്ടായിരുന്നു. ഉടമ്പടി ജീവിതത്തിൽ അതെനിക്കെൻ്റെ ആത്മശക്തിയായിട്ട് മാറി. എന്തിനേയും ചെറുക്കുവാൻ, എന്തിനോടും എളിമയോടുകൂടി ഇടപഴകുവാൻ, സന്തോഷത്തോടു കൂടി ഓരോ കാര്യവും നിർവഹിക്കുവാൻ, ക്ഷമയോടുകൂടി മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ ഉടമ്പടി ജീവിതത്തിലൂടെ എന്നെ സഹായിച്ചു. എൻ്റെ സാക്ഷ്യങ്ങൾ കേൾക്കലുകൾ, അച്ഛൻ്റെ ധ്യാനത്തിലുള്ള പങ്കാളിത്തം, ഓരോ ദിവസവും രാവിലെ എന്നെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നത് പോലെയുള്ള ഡെയിലി ബ്രെഡ് കൂടുവാൻ വേണ്ടി അമ്മ മാതാവിനെ സഹായിച്ചത്, അതോരോന്നും എന്നെ മുന്നോട്ട് കൊണ്ടുപോയി. 1 വർഷം തികയുന്ന അന്ന് തന്നെ എനിക്ക് RN കിട്ടി, രജിസ്റ്റേർഡ് നേഴ്സ് എന്ന പദവി കിട്ടി. എന്താണോ ആഗ്രഹിച്ചത്, OET എന്തിനു വേണ്ടി എഴുതിയാണോ പരാജയപ്പെട്ടുകൊണ്ടിരുന്നത്, OET എഴുതാതെ സ്മൂത്തായി എനിക്കവിടെ രജിസ്റ്റേർഡ് നേഴ്സാകുവാനുള്ള
വഴി എൻ്റെ അമ്മ മാതാവ് തുറന്നു തന്നു. പ്രിയമുള്ളവരെ, ഇതുകൊണ്ടാണ് നമ്മളെപ്പോഴും കൃപാസനം പ്രത്യക്ഷീകരണ മാതാവിനെ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, അസാധ്യതകളെ വേഗത്തിൽ സാധ്യമാക്കി തരുന്ന അമ്മ എന്ന് പറയുന്നത്, ഭാരങ്ങളെ ലഘൂകരിച്ചു തരുന്ന അമ്മ എന്ന് പറയുന്നത്. OET ഭാരപ്പെട്ട വിഷയമായിരുന്നെങ്കിൽ പരീക്ഷകളൊന്നുമില്ലാതെ ആ എക്സ്പീരിയൻസ് കൊണ്ട്, സർവീസ് കൊണ്ട് ക്ലെയിം ചെയ്ത് ജോലിയിലേക്ക് പ്രവേശിക്കുവാനുള്ള വഴികൾ അമ്മ മാതാവ് തുറന്നു കൊടുത്തുവെന്ന് ഉടമ്പടി നമുക്ക് ഉറപ്പോടുകൂടി ദൈവാനുഗ്രഹം പ്രാപിക്കുവാനുള്ള വഴിയാണ്. അമ്മയോട് ചേർന്ന് നടക്കുമ്പോൾ, ജീവിതം അമ്മയുടെ ഉടമ്പടിയിൽ വിശ്വസ്തയോടുകൂടി സമർപ്പിക്കുമ്പോൾ, ഏത് കെട്ടുപാടും ഏത് ദുരിതവും ഏത് സങ്കടവും അമ്മ മാതാവ് ഈശോയുടെ കരങ്ങളിൽ കൊടുത്ത് വേഗത്തിൽ നമുക്ക് മാറ്റിത്തരും. നമ്മുടെ ജീവിത വിഷയങ്ങളെ അമ്മയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാം. ഈ മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.